സംഗതി കുറച്ച് സീരിയസ് വിഷയമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവിടുന്നൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പ്രഷറും ത്രട്ടനിങ് ഒക്കെ വരും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലല്ലേ. ബിക്കോസ് ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേരുകൾ കുറേ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരതൊക്കെയാണ്. ആ പേരുകളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. വൈ ബിക്കോസ് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നുള്ളത് പോലീസിനും അത്ര ക്ലിയർ അല്ല. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസിനകത്ത് പറയുന്ന ഇവൻറ്റിനകത്ത് പങ്കെടുത്തവരിൽ കുറേ ആളുകളൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ആളുകളാണ്. സോ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്നെ കണക്ട് ചെയ്യാൻ വിളി തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഓൾറെഡി ഞാൻ 2-3 ആൾക്കാർ ഈ ഇവൻറ്റിന് പങ്കെടുത്തവരെ വിളിച്ച സമയത്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വീഡിയോ ചെയ്തവരെ വിളിച്ച സമയത്തൊക്കെ അവരൊക്കെ ഒരു ഞെട്ടലിലാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ വിഷയങ്ങൾ. ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാം സെറ്റായല്ലോ, കേരളത്തിലെ പൊളിറ്റിക്കൽ സൈഡ് എന്തായാലും സെറ്റായി. ഇവിടെ നമ്മളെപ്പോഴും മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞ സാധനം സംസാരിക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കാറില്ല. പക്ഷെ കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ജോലിക്കും ഒക്കെ ആയിട്ട് എബ്രോഡ് പോകുന്ന ആളുകൾ പലരും ട്രാപ്പിലേക്കാണ് പോയി പെടുന്നത്. പല വിസയും ഫേക്കാണ്, പല വാഗ്ദാനങ്ങളും ഫേക്കാണ്. അങ്ങനെ പറയണ്ട, പോയി പെടുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ സിസ്റ്റം അത് അഡ്രസ്സ് ചെയ്യാറില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു കേസ് വന്ന് അതിലേതെങ്കിലും ഒരു വിക്ടിം വന്ന് വെളിപ്പെടുത്തൽ നടത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇവിടുത്തെ മീഡിയ അടക്കം ടേക്കപ്പ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. മോഡലിങ്ങിൻ്റെ മറവിൽ മനുഷ്യക്കടത്ത്, ക്രൂരപീഡനം വെളിപ്പെടുത്തി യുവതി, നഗ്നദൃശ്യം പകർത്തി മോഡലിങ്ങിൻ്റെ മറവിൽ സെക്സ് റാക്കറ്റ്, ഞെട്ടിക്കുന്ന വിവരങ്ങൾ, മോഡലിൻ്റെ അറസ്റ്റ്, നടുക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഫോട്ടോയിലൊക്കെ ഈ തംബ്നെയിലിൽ കാണുന്ന ഈ ഒരു പെർട്ടിക്കുലർ ലേഡിയുടെ പേര് അലീന എന്നാണ്. ഓക്കെ, ഇവരൊരു മോഡലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, അതായത് ദുബായിൽ വെച്ച് നടന്ന ഒരു ഫാഷൻ ഷോ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വിക്ടിംസൊക്കെ വന്നിട്ടുള്ളത്. ആ ഇവൻറ്റിൽ ഇവർ മോഡലായിട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു പ്രൊഫഷണൽ മോഡലാണോ ഇവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഐ ഡോണ്ട് നോ. പക്ഷേ ഇവരെ റിവോൾവ് ചെയ്തിട്ട് ഇവരൊരു 5 പേരടങ്ങുന്ന ഗ്യാങ് സ്ത്രീകളെയാണ് ഇപ്പോൾ പോലീസ് സ്കെച്ച് ചെയ്തത്. അതിൽ തന്നെ 3 പേരെ പൊക്കി, 2 പേരെ പൊക്കിയിട്ടില്ല. സിന്ധു എന്നു പേരുള്ള ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഈവൻസൊക്കെ നടത്തുന്ന ഒരു ലേഡിയെ ദുബായിലേക്ക് മുങ്ങുന്ന വഴിക്ക് എന്താണെങ്കിലും പോലീസ് പൊക്കിയിട്ടുണ്ട്. ആൻഡ് ഈ അലീനയും പൊക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂസ് ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം ദുബായിൽ നടന്ന ഇവൻ്റ് എന്താ, ഏത് രീതിയിലാണ് ഈ ഇവൻറ്റിലേക്ക് ഇവിടുത്തെ കുറച്ച് സോഷ്യൽ മീഡിയ, ഫിലിം സെലിബ്രിറ്റീസ് എല്ലാവരും ഇൻവോൾവ് ആയത്, ഇനി വിക്ടിംസിന് എന്താണ് ആ ഇവൻറ്റിൽ അവരനുഭവിച്ച കാര്യങ്ങൾ പറയാനുള്ളതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നോക്കാം. കൊച്ചിയിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ക്രിമിനൽ പശ്ചാത്തലമുള്ള അലീന എബ്രഹാം, ദുബായിൽ ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ, പിടിയിലാവാനുള്ള 2 പ്രതികൾ വേറെയും. അലീനയുടെ നേതൃത്വത്തിലാണ് മോഡലുകളെ ഫാഷൻ ഷോ വാഗ്ദാനത്തിൽ ദുബായിലേക്ക് ആകർഷിച്ചതെന്ന് പോലീസ്. ജനുവരിയിൽ സെലിബ്രിറ്റികളെ ഉൾപ്പെടെ അണിനിരത്തി സോഷ്യൽ മീഡിയ നിറയെ പരസ്യം. ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കാൻ വാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. ഈ പരസ്യത്തിലും മോഹന വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് വലയിൽ വീണത് കൊച്ചിയിൽ നിന്നടക്കമുള്ള നിരവധി മോഡലുകൾ. എല്ലാവരെയും ദുബായിലെ ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന സിന്ധുവിന്റെ നേതൃത്വത്തിൽ വിദേശത്ത് എത്തിച്ചു. ഫാഷൻ ഷോയ്ക്കൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റായി ദുബായിൽ ജോലി ചെയ്യാമെന്നും കൂട്ടത്തിലൊരു യുവതിക്ക് വാഗ്ദാനം നൽകി. എന്നാൽ ദുബായിലെത്തിയ യുവതികൾ കൂട്ടബലാത്സംഗത്തിനിരയായി. മുറിയിൽ പൂട്ടിയിട്ട് പച്ചവെള്ളത്തിൽ പോലും ലഹരി കലക്കി നൽകി നിരവധി പേർ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് പരാതിക്കാരിൽ ഒരാൾ. ഡ്രിങ്ക്സില് എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സില് ഇവൻ പച്ചവെള്ളത്തിൽ പോയി ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. യുവതികൾക്ക് 1 മാസത്തോളം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നുവെന്ന് കൊച്ചി കമ്മീഷണർ. വിക്ടിമെ കോമൺ പ്ലേസിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് വേറൊരു ബ്യൂട്ടി പാർലർ ജോലിക്കിനാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ.
കേസിൽ ഉൾപ്പെട്ട അലീനയുടെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് സിന്ധുവിനെ മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ഈ ദുബായിലെ മെയിൻ കണ്ണി സിന്ധുവാണ്. സിന്ധുവിന് അവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടി ഉണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സിന്ധുവിൻ്റെ മരുമകന് വേണ്ടി നടത്തിയ ഒരു ഇവൻ്റാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വെക്കാം. ഈ അലീന ഇപ്പോൾ പിടിച്ചല്ലോ, അലീനേൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അലീന ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഗുണ്ട ഉണ്ടയുടെ ആരോ ആണെന്നാണ് പറയുന്നത്. ദുബായിൽ ഈ ഷോ നടക്കുന്ന സമയത്തും അവരോട് പറഞ്ഞു നടന്നിരുന്നത് ഈ ഉണ്ടയുടെ ഭയങ്കര ക്ലോസ് ആണ് വരുന്നതാണ് പറഞ്ഞു നടന്നിരുന്നത്. ഈ ഉണ്ടേനെ നിങ്ങൾക്കൊക്കെ അറിയാം, ചെങ്ങായി ഷിയാസ് കരീം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയത്തിലൊക്കെ വന്ന് കുറേ സംസാരിച്ചിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു വട്ടം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് തെറിവിളിയും കാര്യങ്ങളൊക്കെ നടത്തി. ഞാനും തിരിച്ച് 10 തെറി വിളിച്ചപ്പോൾ ഏതോ പൊത്തുപോയി വിളിച്ച് ഉണ്ടാണ് ഈ ചെങ്ങായി. അപ്പോൾ ഇവൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവൻ്റെ പേര് ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവൻ്റെ ഈ ഒരു ബന്ധമുണ്ടല്ലോ, അത് ഈ അലീന ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലത്തും പ്രൊജക്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടയുടെ ആളാന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെനിക്ക് കിട്ടാനുള്ളൊരു കാരണം ഈ പരിപാടി ദുബായിൽ നടന്ന ഈ ഒരു പരിപാടി സ്ഥലത്തുണ്ടായിരുന്ന 1-2 വ്യക്തികളോട് സംസാരിച്ചപ്പോൾ ഇവളതിൽ പരിപാടിയിൽ വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഇവളെ കണ്ടവരുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചത് ഇവളും മോഡലായിട്ട് വന്നതാണ് ഈ അലീന. പക്ഷേ ഇവൾ മോഡലായിരുന്നില്ല. ഇവളവിടെ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് ബാക്കിയുള്ളവർക്ക് കാഴ്ചവെക്കുന്ന സെറ്റപ്പിൽ പരിപാടി നടത്തുന്ന ഒരു പിമ്പിങ് ആണ് ചെയ്തിരുന്നതെന്നുള്ളത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടയുടെ പേര് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇനി ഉണ്ടയിലേക്ക് എന്താണെങ്കിലും പോലീസ് ചെല്ലും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ ദുബായിൽ വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയത്. അതായത് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ആളുകൾ എസ്പെഷ്യലി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഫെയിമും അല്ല അവരുടെ വിഷയം. അവർക്ക് ഇതിൻ്റെ ഒരു തരം ഓറ ഉണ്ട്. ഫാഷൻ എന്ന് പറയുമ്പോഴുള്ളൊരു ഓറ ഉണ്ട്. ആ റിങ്ങിലിറങ്ങി നടക്കുക, എപ്പോഴും ഇങ്ങനെ നല്ല വെൽ ഗ്രൂംഡ് ആയിട്ട് നടക്കുക, പിന്നെ കുറേ ബ്യൂട്ടി ആക്സസറീസ് ഉപയോഗിക്കുക. അതൊരു കൈൻഡ് ഓഫ് മാജിക്കൽ വേൾഡിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു സാധനമാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഞാൻ പല മോഡൽസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും പോയി ചോദിക്കാറുണ്ട്, എടാ നീ എന്തുകൊണ്ടാണ് മോഡലാവണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൽ നിന്ന് കിട്ടുന്നൊരു ഫെയിം, അതിൻ്റെ പൈസ, അതൊക്കെ കുറേ സമയം പിടിക്കില്ലേ? ഇവിടുന്ന് പോയി അങ്ങനെ ആവണമെങ്കിൽ ഇറ്റ് ടേക്സ് ഹെൽ ലോട്ട് ഓഫ് ടൈം, ഹെൽ ലോട്ട് ഓഫ് മണി, ഹെൽ ലോട്ട് ഓഫ് എഫേർട്ട്. പിന്നെന്താ? പക്ഷെ അവരൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു മാജിക്കൽ വേൾഡ് ഉണ്ട്, മനസ്സിലായോ? അതിലേക്കാണ് ഇവർ ആകൃഷ്ടരാകുന്നത്. അതിലേക്ക് ഇവർ ആകൃഷ്ടരാക്കി കൊണ്ടുപോയി പെടുത്താൻ ഇതേപോലെ മനുഷ്യക്കടത്ത് നടത്തുന്ന കുറേ അപരാധിച്ച മക്കൾ കുറേ എണ്ണങ്ങൾ. ഇതിപ്പോൾ ദുബായിൽ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ പിച്ച് ചെയ്യുന്നത് ആളുകളോട്. അതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പിച്ച് ചെയ്യുന്നുണ്ട്, ഫ്ലോറിൽ ഇറങ്ങാനുള്ള ഒരു മോഡലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അവർ ഗ്രൂം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് പിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഒരു ഷോ റിലേറ്റഡ് ആയിട്ട് ഇവർ ആളുകളെ പിച്ച് ചെയ്ത് അതിൽ നിന്ന് ദുബായിലേക്ക് കൊണ്ടുപോയി. ദുബായിൽ ഇവർക്ക് നാളെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടൊരു ജോലി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സലൂണിൽ ജോലി, സ്പാ സലൂൺ റിലേറ്റഡ് ആയിട്ട് ദുബായിൽ ഇഷ്ടംപോലെ പരിപാടി നടക്കുന്നുണ്ട്. അതിങ്ങനെ കൊണ്ടുപോകുന്ന കുട്ടികളെ കൊണ്ടുപോയി പെടുത്തി പിന്നെ അവിടെ കൊണ്ടുപോയി തട്ടിക്കളയുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പേരിൽ കുറേ ആൾക്കാർ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ പലതും ഇവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഒരൊറ്റ ഷോ, റൂഹയാത്തി എന്ന് പറഞ്ഞുള്ള ഒറ്റ ഷോ റിലേറ്റഡ് ആയിട്ടാണ് ഇവർ ഇങ്ങനത്തെ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഈ റൂഹയാത്തി എന്ന് പറഞ്ഞുള്ള ഈ ഷോ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള കുറേ ഫാഷൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടവർ, സെലിബ്രിറ്റികളൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിസിറ്റി കൊടുത്ത്. പെയ്ഡായിരിക്കും ഇവർ, പക്ഷെ പെയ്ഡായിട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ്, ആരെ ഇവൻ്റാണ്, ഇതിൻ്റെ ബാക്കിലൊക്കെ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു മിനിമം പോലും ആലോചിക്കാതെയും പറയാതെയും എടുത്ത് പ്രൊമോഷൻ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. പിന്നെ ഈ സിന്ധു എന്ന് പറഞ്ഞ ലേഡി, ഇവരാണ് അവിടുത്തെ ഇവൻറ്റ് കോർഡിനേറ്റർ. അലീസിയ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞുള്ളൊരു ഇവൻറ്റ് കമ്പനിയാണ്. ഐ തിങ്ക് അത് മിക്കവാറും ഈ പറഞ്ഞ സിന്ധു ഓൺ ചെയ്യുന്നതായിരിക്കും, അലീസിയ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഇവൻറ്റ് കമ്പനിയുടെ പേജൊന്നും ഇപ്പം ഇല്ല, അതിലേക്കൊക്കെ നമുക്ക് വരാം. കല്യാൺ സിൽക്സ് വരെ ഈ റൂഹയാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർനാഷണൽ ഫാഷൻ വീക്കിൻ്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ ഏത് ലെവലിലാണ് ഇവർ ആളുകളെ കൺവിൻസ് ചെയ്യുന്നത്, ഏതൊക്കെ ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ ആളുകളെ ഈ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഇതൊക്കെ ഈ ബ്രാൻഡുകൾ അറിഞ്ഞും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസ് അറിഞ്ഞുകൊണ്ട് ഇവർ ഈ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇവരുടെയൊക്കെ ഒരു ഫേസ് പ്രൊജക്റ്റ് ചെയ്ത് ആളുകളിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് ആളുകളെ കൊണ്ടുപോയിട്ട് ഇതേപോലുള്ള ചെറ്റത്തരത്തിന് കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡുകളും ഇതിൻ്റെ ഫേസായിട്ട് നിന്നവരൊക്കെ ഇതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറിയില്ലേ? ഇനി ഈ പറഞ്ഞ അലീന ഈ പെർട്ടിക്കുലർ ഇവൻ്റ് ഏതാണെന്നും
ആ ഇവൻറ്റിലേക്ക് നിങ്ങളെ നമ്മൾ എന്താ പറയുക ഗ്രൂം ചെയ്യാൻ വേണ്ടി പുതിയ ടാലൻറ്റുകളെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അത് പിൻ ചെയ്ത് വെച്ചിരുന്നു അലീനയുടെ പ്രൊഫൈലിൽ. പിന്നെ അതെടുത്ത് മാറ്റുകയാണ് ഉണ്ടായത്. ഈ വിഷയമൊക്കെ ആയി അത് പിടിവിടും എന്നൊക്കെ അറിഞ്ഞപ്പോൾ വിക്ടിംസ് വന്ന് പറഞ്ഞപ്പോൾ എടുത്ത് തൂക്കി. എന്നാണെങ്കിലും ഇവിടെ അലീന ഇട്ട വീഡിയോ ഞാൻ വെക്കാം. ഇതിനകത്ത് ഇവൻ്റ് ഏതാണെന്നുണ്ട്, സ്ഥലം ഏതാണെന്നുണ്ട്, എല്ലാം ഉണ്ട്. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ ഡയറക്ടർ, കൊറിയോഗ്രാഫർ, ഗ്രൂമറായ ഡാലു കൃഷ്ണദാസാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറഞ്ഞൊരു താല്പര്യം ഉണ്ടാവില്ലേ? എന്നാൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ February 1 നടക്കുന്ന ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ റാമ്പ് വാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഹറി അപ്പ്, സ്റ്റേ ട്യൂൺഡ്. ബൈ. ഓക്കെ, അപ്പോൾ ഡാലു കൃഷ്ണദാസ് നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ്, ആ വർക്ക്ഷോപ്പിന് നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഈ പറഞ്ഞ ഫാഷൻ ഷോയുടെ ഭാഗമാവാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇവർ പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് കമ്പനി അലീസിയ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞുള്ള ഇവൻറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ഈ പേജ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇതവർ പ്രൈവറ്റ് ആക്കി. അത് വേറെ കോമഡി. ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് രാവിലെ മുതൽ അറിഞ്ഞു തുടങ്ങി, ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്കൊരു ഇൻഡ്യൂഷൻ എവിടെയോ വന്നു, ഇതൊക്കെ എടുത്തു വയ്ക്കാം. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് ആ കംപ്ലീറ്റ് പേജ് ഞാൻ അങ്ങനെ എടുത്തു വെച്ചു. എന്നിട്ട് അതിനുശേഷം ഈ പേജിൽ കണ്ട പല മുഖങ്ങളും എനിക്ക് പേഴ്സണലി നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന മുഖങ്ങളുണ്ട്. അതിൽ 1-2 പേരെ ഞാൻ വിളിച്ചു, 2-3 പേരെ ഞാൻ വിളിച്ചു. അല്ലാതെ എനിക്ക് ഒരു ഫ്രണ്ട് വഴിയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൾ അപ്പുറത്ത്, ഒരു ഫ്രണ്ടിൻ്റെ കോൾ അപ്പുറത്തുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു കോൾ ഞാൻ ചെയ്തു നോക്കി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി അറിയോ, ഈ പേജാണ് പ്രൈവറ്റായി. ഞാൻ ഈ പേജുകാരെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല, ഇതിൻ്റെ വ്യക്തികളോട് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കണ്ട മുഖങ്ങൾ, ഇതിലിപ്പോൾ പല സെലിബ്രിറ്റീസിൻ്റെ ഫേസുകളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇത് പ്രൊമോട്ട് ചെയ്ത സെലിബ്രിറ്റീസ് ചില്ലറക്കാരൊന്നുമല്ല. ഓക്കെ, ഒന്ന് ഡാലുവിനെ ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും മലയാളികൾക്ക് അറിയുന്നൊരു മുഖമാണ് ഡാലു. രഞ്ജിനി ഹരിദാസ്, മെറീന മൈക്കിൾ, ഇങ്ങനെ സിനിമ ഫീൽഡിൽ നിന്നുള്ള ആളുകൾ തന്നെ ഇങ്ങനെ പോവുകയാണ്. ഇനി ഇതല്ലാതെ വാഹിദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം UAE ബേസ്ഡ്, ദുബായ് ബേസ്ഡ് കോണ്ടൻറ് ക്രിയേറ്ററാണ്. അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരാളാണ്. പിന്നെ അതിനിടയിൽ നമ്മളെ ബിഗ് ബോസിലെ മനീഷ ചേച്ചി ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ കുക്കു, പാരീസ് ലക്ഷ്മി, ഇങ്ങനെ കുറേ പേര് നിങ്ങൾക്ക് ആ പേജിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ പ്രൊമോഷൻസ് ചെയ്ത ആളുകളായിട്ട് നിങ്ങൾക്ക് ശ്രുതി തമ്പിയാണ് വൺ ഓഫ് ദ ഫസ്റ്റ് വൺ. അവരുടെ പേജിലെ ഫസ്റ്റ് വീഡിയോ ശ്രുതി തമ്പിയുടെ വീഡിയോ കഴിഞ്ഞിട്ടാണ് പിന്നെ ഡാലുടെയൊക്കെ വീഡിയോ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്തൊരു ഇവൻ്റാണിത്. അത് ഡാലുവിൻ്റെ വർക്ക്ഷോപ്പും ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടന്ന ഈ ഫാഷൻ ഷോയും ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇതിനൊക്കെ പുറമെ ഈ ഷോയുടെ മെയിൻ സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ അറിവിൽ, കാരണം ഞാൻ ഇവരുടെ 1-2 വീഡിയോയുടെ അടിയിൽ ഈ ഡിസ്ക്രിപ്ഷൻ വെക്കുന്ന സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് റൂ ഹയാത്തി ഇൻ്റർനാഷണൽ ഫാഷൻ വീക്ക് 2026 അലീസിയ ഇവൻറ്റ്സ് ആൻഡ് കല്യാൺ സിൽക്സ് പ്രസൻസ്. അപ്പോൾ അതിൻ്റെ സ്പോൺസറും അല്ലെങ്കിൽ ഈ പ്രസൻസ് പറഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും വെറുതെ വെക്കൂലല്ലോ. അപ്പോൾ കല്യാൺ സിൽക്സ് അടക്കം ഇതിൻ്റെ ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമാണ്. ബാക്കിൽ നിങ്ങൾക്ക് ആ ചിത്രത്തിനകത്ത് കല്യാൺ സിൽക്സിൻ്റെ അടക്കം ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ആൻഡ് ഈ ഡാലുടെയും രഞ്ജിനി ഹരിദാസിൻ്റെയും നടുവിൽ നിൽക്കുന്ന വ്യക്തിയാണ് വിജീഷ് വയലാർ. ഈ വിജീഷ് വയലാറിൻ്റെ അമ്മായിമ്മയാണ് സിന്ധു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ബൈ ദ വേ ആ ലേഡിയുടെ ഫോട്ടോ ഇല്ല, ഡീറ്റെയിൽസ് ഇല്ല, അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില്ല, ഒരു പുല്ലുമില്ല. എന്നാൽ ഇവരുടെ പേര് സിന്ധു ആണെന്ന് ഇവർ പലരോടും പറഞ്ഞിട്ടുണ്ട്. അല്ല, വേറൊരു പേര് വേറെ കുറേ മോഡൽസിനോട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കണ്ണി, ദുബായിലെ മെയിൻ കണ്ണി സിന്ധു. ഈ സിന്ധുയുടെ മരുമകനാണ് ഈ വിജീഷ് വയലാർ എന്നുള്ളതാണ് എനിക്ക് കുറച്ച് സർക്കിളിൽ നിന്ന് കിട്ടിയ ഒരു അറിവ്. ഈ വിജീഷ് വയലാറാണ് ഈ പെർട്ടിക്കുലർ ഷോവിൻ്റെ ഡയറക്ടറായിട്ടുള്ളത്. രഞ്ജിനി ഹരിദാസ് ഹോസ്റ്റായിരുന്നു. അങ്ങനെ കുറേ പേര്, ഡാലു കൃഷ്ണ കൊറിയോഗ്രാഫി ആൻഡ് ഗ്രൂമറായിരുന്നു. കല്യാൺ സിൽക്സ് ആണിത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അലീസിയ ഇവൻറ്റ്സിൻ്റെ ഒപ്പം. വലിയ പേരുകൾ, വലിയ മുഖങ്ങൾ. എന്നിട്ട് അതിനിടയിൽ കൂടി ഇവരുടെ അറിവില്ലാതെയാണ് ബാക്കിയുള്ളവർ ഇത്രയും ഒപ്പിച്ച ഈ അലീനയും സിന്ധുവും ബാക്കി ടീംസും ഇത് ഒപ്പിച്ചെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരടക്കമുള്ളവർ ഈ കമ്പനിക്കെതിരെയും ഈ വ്യക്തികൾക്കെതിരെയും കേസിന് പോകണം. ബിക്കോസ് ദേ യൂസ്ഡ് യുവർ ക്രെഡിബിലിറ്റി. ഞാൻ കുറച്ച് വീഡിയോസ് കൂടെ വയ്ക്കാം ഇവരിതെങ്ങനെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ കണ്ടത് ആ പേജിൽ ഫസ്റ്റ് വീഡിയോ ശ്രുതി തമ്പിയുടെ വീഡിയോ എന്ന് തുടങ്ങാം.
സുന്ദരികൾക്കും സുന്ദരന്മാർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റും തന്നെ പ്രൊഫഷണൽ മോഡൽ ആവാനായിട്ട് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ കോൺഫിഡൻസും സ്റ്റൈലും ക്യാമറ പ്രസൻസ് ഒക്കെ ഒരു പ്രൊഫഷണൽ വേയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വരുന്ന ജനുവരി 31-ന് ഇവിടെ ഒരു ഫാഷൻ മോഡലിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ദാലു കൃഷ്ണയാണ്. അതുപോലെ ഷോ ഡയറക്ട് ചെയ്യുന്നത് വിജേഷ് വയലാറാണ്. കൂടാതെ ഫെബ്രുവരി 1-ന് റൂ ഹയാത്തി ഇന്റർനാഷണൽ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. സോ ഈ ജനുവരി 31-ന് നടക്കുന്ന മോഡലിംഗ് വർക്ക്ഷോപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഈ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണ അവസരം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. Hello Dubai, this is Dalu Krishnadas, the fashion director, groomer, choreographer. Aliza Events and Dalu Krishnadas present a one-day workshop on this January 25th at Dubai. Hey guys, register ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗമാകുക. Hi everyone, Namaskaram, ഞാൻ Ranjini Haridas and I have some exciting news for all of you. Do you want to become a professional model? Well, then I have the answer for you. Elisa Events നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ജനുവരി 31 ഒരു മോഡലിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നു as part of the International Fashion Week. ഒരു പ്രൊഫഷണൽ മോഡൽ ആവാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വർക്ക്ഷോപ്പിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. So you can learn how to walk the ramp, you can have training in camera and photo shoots, acting, audition workshops, grooming, skincare and so much more. What makes this even more special is നിങ്ങളിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് മോഡൽസിന് അവരുടെ ഇന്റർനാഷണൽ ഫാഷൻ വീക്കിൽ പങ്കെടുക്കാനും ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഡു നോട്ട്. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ മെറീനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോഡൽ എന്നുള്ള ലേബിളിലാണ്. മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ക്യാരി ചെയ്യുന്നു, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമ്മളുടെ ഒരു അപ്പിയറൻസും പ്രസൻസും അറിയിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി റാമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏത് അറ്റയർ ഇടുമ്പം എങ്ങനെ പോസ് ചെയ്യണം, എങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യണം. സോ മോഡൽ എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ കരിയർ തുടങ്ങിയപ്പോൾ തന്നെ ആസ് എൻ ആക്ട്രസ് എത്തിയപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഗ്രൂമിംഗ് ഫാക്ടർ. സോ നിങ്ങൾ ദുബായിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഓഫർ വന്നിരിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 31 ഡാലു കൃഷ്ണദാസ് എന്റെ ഫാഷൻ ഗുരുവാണ്. ഡാലു നിങ്ങൾ ഗ്രൂം ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഗ്രൂമിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നത് ജനുവരി 31 മാൻഹാട്ടൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് ദുബായിൽ. മാത്രമല്ല ഇതിൽ ഗ്രൂം ചെയ്യപ്പെടുന്ന സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ ഒരു ഫാഷൻ വീക്കിൽ വാക്ക് ചെയ്യാനുള്ള അവസരം കൂടെ നൽകുകയാണ്. അലിസ ഇവന്റ്സ് ആണ് ഈ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ, അതായത് ഫെബ്രുവരി 1 ഇന്റർനാഷണൽ ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രഞ്ജിനി ചേച്ചി, ഞാൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആണ്. സോ നിങ്ങൾ മറക്കണ്ട ഈ ഒരു വർക്ക്ഷോപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ അധികം ആളുകൾ ഈ ഒരു പെർട്ടിക്കുലർ ഇവന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ഇവരുടെ ഫേസ് വെച്ച് ഇവരുടെ ക്രെഡിബിലിറ്റി വിട്ടുകൊണ്ട്, ഓക്കെ ഓബിയസ്ലി ഇവരുടെ പ്രൊമോഷനാണ്, ഇവർ കാശിന് ചെയ്യുന്ന പരിപാടിയാണ്, ചെയ്തോട്ടെ. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ഇവൻറ്റ് അത് ഓർഗനൈസ് ചെയ്യുന്നത് ആര്? അതിൻ്റെ ഓർഗനൈസേഴ്സിന് എന്തെങ്കിലും ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഒരു പക്ഷേ ഇതൊന്നും അറിയാതെ പോയി ചെയ്തതും ഉണ്ടാവും. ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞല്ലോ. അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെതിരെ നിങ്ങൾ ആക്ട് ചെയ്യണം. കാരണം 1-2 ആൾക്കാരതല്ല, ഒരുപാട് പേരുടെ ലൈഫ് വെച്ച് ഇതേപോലെ അവരവിടെ കൊണ്ടുപോയി ഉപദ്രവിച്ച് ഇല്ലാതാക്കിയ ഒരു ടീമിനാണ് നിങ്ങൾ പോയി പ്രൊമോഷൻ കൊടുത്തതെന്ന് അറിയുമ്പോൾ നിങ്ങളും ഇവർക്കെതിരെ കേസിന് പോകണമെന്നാണ് പറയുന്നത്. ഞാൻ വന്നിട്ട് ഇവരൊക്കെ ഇത് അറിയുന്നവരാണ്, ഇതിൻ്റെയൊക്കെ ഭാഗമെന്ന് പറയുന്നില്ല, ഞാനവിടെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു കേസ് നടന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അത് കേസായിട്ട് വന്നു, അത് ടി വിയിൽ ന്യൂസായിട്ട് വരുന്നു, ഞങ്ങളൊക്കെ ഇരുന്ന വീഡിയോസിലൂടെ നിങ്ങളിത് അറിയുന്നുണ്ടാവും. യു ഗൈസ് ഷുഡ് ആക്ട്. നിങ്ങളിതിൽ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയ മുഖങ്ങളാണെല്ലാം. ആരും അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളുകളൊന്നുമല്ല. രഞ്ജിനി ഹരിദാസ് മുതൽ ഡാലു മുതൽ മെറീന മൈക്കിൾ മുതൽ അങ്ങോട്ടുള്ളവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വർത്തമാനം പറയുന്നവരാണ്. വാഹിദ് ആണെങ്കിലും ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാറ്റഗറി സുധീതമ്മയും വാഹിദ് ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഇനി അവിടെ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടി രക്ഷിച്ചു കൊണ്ടുവരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക. വിക്ടിമായിട്ടുള്ള ഒരു ലേഡി പുറത്തു വന്നു, 3 പേരാണ് ഇത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ലേഡി ന്യൂസുകാർക്ക് കൊടുത്തൊരു ബൈറ്റിൽ കൃത്യമായിട്ട് അവരെന്താണ് അവിടുന്ന് അനുഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഹയാത്തി ആണോ, ജനുവരി മാസത്തിലാണ് നടന്നിരുന്നത്. ആ ടൈമിലാണ് ഇവരുടെ ആദ്യത്തെ ഷോ നടക്കുന്നത് അവിടെ. അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിലാണ് കയറുന്നത്. ഇവിടുന്ന് പോയപ്പോ പറഞ്ഞതൊന്നുമല്ല അവിടെ ചെന്നപ്പോ നടന്നത്. ഇത് ശരിക്കും നമ്മളെ ട്രാപ്പ് ചെയ്തതാണ്. അവിടെ ഇതുപോലെ പെട്ടുകിടക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഈ കള്ളിലും കഞ്ചാവിലും മയക്കുമരുന്നിലൊക്കെ അടിമയാക്കി ഇട്ടവരും ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കുട്ടീനെ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അതിന്റെ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവളുടെ കാമുകൻ അവിടെ ഈ മയക്കുമരുന്നിന്റെ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇവരൊരുമിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് വേറൊരു ഫ്രണ്ട് അയച്ചിട്ട് അത് ഇവിടെ ആ ഫ്രണ്ട് ഭർത്താവിന് അയച്ചു കൊടുത്തു. അങ്ങനെ അയാള് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം, പക്ഷെ ആരും ഇത് പുറത്ത് വിടുന്നില്ല. കൊണ്ടുപോകാന്ന് പറയുന്നത് സിന്ധുവാണ്. സിന്ധുവിനെ ഞാനൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ നമുക്കൊരു വേക്കൻസി തരാന്നാണ് അവര് പറഞ്ഞത്. ഇവര് നമ്മളെ ഈ എന്ത് വോയിസ് എടുത്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയിപ്പിച്ചിട്ടുണ്ട്. ഫോണ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുത്തേന്നോ ഒന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരം തളർത്തിയിട്ടിട്ടുണ്ട്. ഈ ഓരോ ആൾക്കാര് വരുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് പോലും അഴിച്ചു കൊടുക്കാൻ അവിടെ പെമ്പിള്ളേരുണ്ടായിരുന്നു. നോക്കാൻ വേണ്ടിട്ട് ഇതിൽ പട്ടികയെ തന്നെ ഇവിടെ പിടിക്കാത്ത ഒരു കുട്ടിയുണ്ട്. അവളാണ് ഇതെല്ലാം ചെയ്തിരുന്നതും എടുത്തതും എല്ലാം. അവിടെ 2 മാസത്തോളം നിന്ന് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിന്നത്. എന്റെ കുടുംബജീവിതം ആകെ നശിപ്പിച്ചു കളഞ്ഞവര്. റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവര്. ഈ മഞ്ജിമ എന്ന് പറയുന്നവള് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു അവളുടെ ഫോണിൽ നിന്ന്. അവിടെ അൽസലാം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് ബർദുബായില്. അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. ഒരു പ്രോപ്പർ മനുഷ്യക്കടത്ത് റാക്കറ്റ് എങ്ങനെയാണോ അവരുടെ മോഡസ് ഓഫ് ബ്രാൻഡ് ഉള്ളത്, അതുപോലെ സെയിം സാധനമാണ് ഇവിടെ. ഇവിടുന്ന് പല വാഗ്ദാനങ്ങളും കൊടുത്ത് ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ നട്ടം തിരിഞ്ഞ് ഓടുന്ന പെൺകുട്ടികളെ, അതും കല്യാണം കഴിഞ്ഞവരല്ലാത്തവരൊക്കെ ആയിട്ടുള്ള ആളുകളെ ഇവിടുന്ന് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കാശ് വാങ്ങിയിട്ട് ഇവർ അങ്ങോട്ട് കൊണ്ടുപോകണം. അതായത് ഇവിടുന്ന് ഒരു 4-5 ലക്ഷം അവരിൽ നിന്ന് വാങ്ങും. അവരെങ്ങനെയും തട്ടിപ്പിച്ച് കൊടുക്കും. കാരണം അവിടെ പെർ ഷോയ്ക്ക് 50,000 വെച്ചിട്ടൊക്കെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറഞ്ഞിട്ടാണ് ഈ ലേഡിയെ കൊണ്ടുപോയിട്ടുള്ളത്. 40-50,000 കിട്ടുമ്പോൾ അവരുടെ വിചാരം എന്താ, എല്ലാ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 1-2 മാസത്തിൽ 2-3 ഷോ കിട്ടുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു 10 ഷോ കഴിയുമ്പോൾ ഇവരുടെ പൈസ കിട്ടി. ഒരു വർഷത്തിനകത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇവർക്ക് ആ പൈസ മുതലായി. പിന്നെ അവിടെ നിൽക്കുന്നിടത്തോളം ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള മൈൻഡിലാണ് അവർ കയറിപ്പോണേ. മോഡൽസിന് അവർ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി, ഡിഫറെൻറ്റ് ലൈൻ. അതെങ്ങനെയാണെന്നുള്ളത് ഇനി മോഡൽസ് ആരൊക്കെ ഈ ചതിക്കണി പെട്ടിട്ടുണ്ടെന്നുള്ളത് പുറത്ത് വരണം. ഇത് മോഡൽസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫാഷൻ ഷോയുടെ ഭാഗമായിട്ട് അവിടെ പോകുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, സാരി ഡ്രൈപ്പിസ്റ്റുകൾ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആളുകളെ കാറ്റഗറൈസ് ചെയ്ത ആളുകളെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർക്ക് കൊണ്ടുപോയിട്ട് കള്ളും കഞ്ചാവും കൊടുത്ത് ഇവരെ തളർത്തി കിടത്തി ഇവരെ കൊണ്ടുപോയി കാഴ്ച വയ്ക്കുകയാണ്. ഒരു ലിറ്ററലി ഇവരെ കൊണ്ടുപോയി അങ്ങോട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടുപോയ ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ട് വിക്ടിമസ് ആയിട്ട് ഇവരെന്ത് പറയുന്നത്, മൊഴി കൊടുക്കുന്നത്, ഇവരെയുള്ള പ്രൂഫുകൾ കൊടുക്കുന്നത്. ഇത് എത്ര വർഷമായിട്ട് നടക്കുന്ന പരിപാടിയായിരിക്കും? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇതിലുള്ള പേരുകൾ, ഈ സിന്ധു, പിന്നെ ഈ ഇവൻസ്, പിന്നെ ഇതിൽ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഇഷ്ടംപോലെ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ഗൾഫ് ബെൽറ്റ് കടന്നിട്ട് ഇതേപോലെ ഫാഷൻ ഷോകളും അല്ലാത്ത ഷോകളും സിനിമ പ്രൊമോഷൻസും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എനിക്ക് കിട്ടിയ അറിവ്. ഓക്കെ, അപ്പോൾ ഇവർ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടും, ഇവരിലൂടെ എത്ര പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇതിനിപ്പോൾ ഒരു അറ്റം കാണുമെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു അറ്റത്തേക്ക് പോകുമ്പോൾ അതിനകത്ത് വലിയ വലിയ പേരുകൾ കാണുമായിരിക്കും, വലിയ വലിയ വമ്പന്മാർ കാണുമായിരിക്കും. അപ്പോൾ കാശ് ഇറങ്ങും, ചിലരുടെയൊക്കെ ബ്രാൻഡ് വാല്യൂ പോകും, അല്ലെങ്കിൽ ചില രീതിയിലുള്ള സെറ്റിൽമെൻറ്റ്സ് നടക്കും. അതൊക്കെ നടക്കും, ഇല്ല എന്ന് പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി നാളെ ഇതേപോലെ മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് വിചാരിക്കുമല്ലോ, ഏത് അയ്യോ ഇത് വാഗ്ദാനം മാത്രമായിരിക്കും, ഇത് ഞാൻ പോയി പെടും. അപ്പോൾ അവർ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. മനസ്സിലാവും, ഒരു അവയർനെസ് മാത്രമേ എന്നെ കൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അറ്റം കാണാൻ പറ്റുന്നില്ല. അറ്റം കാണാൻ പോയി കഴിഞ്ഞാൽ ഞാനേ തീർന്നു. ഇപ്പം തന്നെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ കോൾ വരും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇവന്മാർ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും പൂട്ടിപ്പോയി, ഇതിനകത്ത് ആരൊക്കെയാണ് വന്നു പോയെന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലൂവും വെക്കാതെ എല്ലാം കൂടി അടച്ചു പൂട്ടിപ്പോയൊരവസ്ഥയാണ്. മനസ്സിലായോ? അപ്പോൾ ന്യൂസുകാരൻ ഇതിന് എത്ര ദിവസം ഇതിൻ്റെ പിന്നാലെ പോകുന്നുള്ളതോ അറിയില്ല. എന്താണ് ഈ വിക്ടിം പറഞ്ഞ വാക്കിയും കൂടി കേൾക്കാം. നമ്മളൊരു ബാറിന്റെ അങ്ങോട്ട് കേറൂലേ, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. 607 നമ്പർ റൂമിലാണ് ഉണ്ടായിരുന്നത്, 6ാമത്തെ ഫ്ലോറിൽ. അതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ തന്നെ ഒരു റൂമാണ്. ആ റൂമിലാണ് ഈ അലീന അടക്കം 8 പേരുണ്ടായിരുന്നത് അന്ന്. ഡ്രിങ്ക്സിന്റെ കുപ്പികള്, ഇവര് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരാണ് അവിടെ ഡ്രിങ്ക്സും ഡ്രഗ്സ് എല്ലാം എത്തിക്കുന്നത്. ഒരു CID എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മെഹറൂഫ് എന്ന് പറഞ്ഞിട്ട്. അവനാണ് അവിടെ വന്നിട്ട് ഡ്രഗ്സ് ചെയ്യുന്നതും പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നതും അവനാണ്, പിള്ളേരെ യൂസ് ചെയ്യുന്നതും അവനാണ്. ഇതുപോലെ തന്നെ അവിടെ
പാക്കറ്റ്സില് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പോലും എന്നെ അവര് വെറുതെ വിട്ടിട്ടില്ല. എന്റെ ബാഗേജില് 3 പാക്കറ്റാണ് 15 ഗ്രാം അടുത്ത് വരുന്ന ഈ വെള്ളപ്പൊടികൾ വെച്ചിരുന്നത്. നമ്മുടെ ട്രോളി ബാഗിന്റെ ഉള്ളിൽ ഒരു സിബ് ഉണ്ടാവൂലേ, അതിന്റെ ഉള്ളിൽ വെച്ചിരുന്നവര്. അതാവുമ്പോ നമ്മൾ അവിടെ നോക്കത്തില്ലല്ലോ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് 3 പാക്കറ്റ് കിട്ടിയത്. അത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു ഞങ്ങള്. എന്നിട്ടാണ് എയർപോർട്ടിൽ വന്നത്. അതും അബുദാബിന്നാണ് ഞാൻ കയറിയത്. അതുപോലെ ശങ്കരൻ നമ്പൂതിരി, അങ്ങനെ ഒരാളുണ്ട്. അയാളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വളരെയധികം ബ്രൂട്ടലായിട്ടാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ല, ഒന്നുമില്ലല്ലോ. ഇവരെ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ. നമുക്ക് ഒരുപാട് ഭീഷണികളുണ്ടായി. ഫാമിലിയിൽ കയറി കളിക്കും. 3 വയസ്സായ കുഞ്ഞാണ്, അതിനെ കൊല്ലുന്നുള്ള ഭീഷണി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ, ഒന്നും പുറത്ത് പറയാത്ത രീതിയിൽ. കുട്ടികളെ ശാരീരികവും മാനസികവുമായിട്ട് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് ഭീഷണി. ഇവർക്ക് ഈ ലഹരിയൊക്കെ കൊടുത്ത് ഇവരെ ഏതൊക്കെ രീതിയിലുള്ള ഫോട്ടോ വീഡിയോ എടുത്ത് വെച്ചു എന്നൊന്നും ഇവർക്കൊരു ഐഡിയ ഇല്ല. ഇവരെ കൊണ്ട് എന്ത് പറയിപ്പിച്ചു, ഏത് രീതിയിലുള്ള വീഡിയോസ് എടുത്തു, ഒന്നും ഇവർക്കൊരു ഐഡിയ ഇല്ല. ഇതിനൊക്കെ പുറമെ ഇന്ന് രക്ഷപ്പെട്ട് പോരാൻ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവരെ വീണ്ടും ഇതിലേക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ട് ഈ മാരക ലഹരി ഇവരുടെ ബാഗിലൊക്കെ കുത്തി നിറച്ച് നാട്ടിലേക്ക് പറഞ്ഞേക്കും. ഇത് കണ്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അത് എടുത്ത് മാറ്റിയിട്ട് അവർ തിരിച്ച് നാട്ടിലെത്തി. കാരണം എത്ര പേര് ഇതേപോലെ വിദേശ രാജ്യങ്ങളിൽ ട്രാപ്പായി കിടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഗൾഫ് ഏരിയാസിലൊക്കെ. നമ്മളെ മലയാളികൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഗൾഫിലൊക്കെ അല്ലേ, എത്രയോ അസോസിയേഷൻസും എത്രയോ ആൾക്കാരും എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഉണ്ട്, ഒരുപാട് പേര്. നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് എന്താണെന്നൊന്ന് തപ്പ്. ആരെങ്കിലും ഇതേപോലെ വിക്ടിംസ് ഉണ്ടോ നോക്കിയിട്ട് അതൊക്കെ ലോകത്തിനൊന്ന് അറിയിക്കുക. അല്ലാതെ ഇപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം പോലീസ് അന്വേഷണം ഇവിടെ എന്താണെങ്കിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ 3 പേരെ പൊക്കിയിട്ടുണ്ട്, ഇനി 2 പേരെ പൊക്കാനുണ്ട്. അവർ എബ്രോഡാന്ന് പറയുന്നത്, മേ ബി അവരെയും പിടിക്കുമായിരിക്കും. പക്ഷെ ഇതിനൊന്നും അറ്റം കാണാൻ പോണില്ല. 1-2 ദിവസത്തെ ഒരു കോണ്ടന്റ്, ഒരു മീഡിയ ഹൈപ്പ് അങ്ങനെ ആയിട്ട് അത് പോവും, സൈഡായി പോവും. പിന്നെയും ഇവർ പുതിയൊരു ഇവൻറ്റ് കമ്പനി തുടങ്ങും, പുതിയൊരു പേര്. കാരണം ഇവരുടെ ഒന്നും മുഖങ്ങൾ പുറത്ത് വരുന്നില്ലല്ലോ, മനസ്സിലായില്ലേ? ഈ അലീനയുടെ ഒരു മുഖം വന്നു, അലീനയ്ക്ക് പബ്ലിക് പ്രൊഫൈൽ ഉണ്ട് വന്നു. ഈ സിന്ധു ആരാന്നുള്ളത് ആർക്കും ഒരു പിടുത്തമില്ല. സിന്ധു വേറെന്തോ പേരൊക്കെ അവിടെ ഈ മോഡൽസിനോടൊക്കെ വന്നവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പലരും പേര് അറിയില്ല, മുഖം അറിയില്ല, ഫേക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് നാളുകളിൽ ഇവർ അടുത്തൊരു ഇവൻറ്റ് ടീമും തുടങ്ങി ഇവർ വേറെ പരിപാടി തുടങ്ങിയിട്ട് പോകും. അപ്പം അങ്ങനെ ആവാൻ കാര്യങ്ങൾ വിടരുത്. അവിടെ ഇനിയും വിക്ടംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നാട്ടിലെത്തിക്കാനുള്ള വഴി നോക്കണം. ഇവർ ഈ ട്രാപ്പ് ചെയ്ത് എത്ര പേരുടെ ജീവിതം ഇതിന് മുമ്പ് തുളച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിക്ടിംസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേണമെങ്കിൽ പേഴ്സണലി വന്ന് പറഞ്ഞു. ഈ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് കമ്പനീൻ്റെ പേരും ഈ സിന്ധു എന്നുള്ള പേരും ഇതിൽ കുറേ പേരുടെ പേരുകളുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി സേഫ് ആക്കി വെച്ച് ഞാനും കാര്യങ്ങൾ പുറത്തു വിടും. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്തിട്ട് പോകുന്നുള്ള പണി ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ പേരിൽ എല്ലാവരും കൂടി കൂട്ടത്തോടു കൂടി വന്നിട്ട് അടിച്ച് തല്ലി സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട. പിന്നെ ഉണ്ട ടീമിനോടാണ് പറയുന്നത്, നിങ്ങൾ വന്ന് പേടിപ്പിച്ചാൽ പേടിക്കുന്നതിന് മുതലും അല്ലേ ഞാൻ, മനസ്സിലായില്ലേ? കയറിപ്പോയാൽ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് കൊല്ലും, അല്ല അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊല്ലുക എന്നുണ്ടെങ്കിൽ ചാവുക എന്നുള്ളത് ലാസ്റ്റുള്ളത്. അതിനൊന്നും എനിക്കൊരു പുള്ളൊരു പേടിയില്ല. കാരണം ഉണ്ടകളേക്കാൾ വലിയ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ എന്താ പറയുക പൂച്ചാണ്ടികളും മെത്താപ്പും അടക്കമൊന്നുമായിട്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കേണ്ട ഉണ്ട ടീംസിനോടാണ്. നിങ്ങളിതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്ക്, മനസ്സിലായോ? പോലീസ് അന്വേഷണം വളരെ കൃത്യമായിട്ട് നടക്കട്ടെ. ഇതേപോലെ തെണ്ടിത്തരം, ചെറ്റത്തരം, തെമ്മാടിത്തരം കാണിച്ചവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖങ്ങളൊക്കെ പുറത്ത് വരണം. ഇങ്ങനെ മനുഷ്യക്കടത്ത് നടത്തി 10 ആളെ വിറ്റ് ജീവിക്കുന്ന ഒരാളും അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ പോകണ്ട.